സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്വഹാബിക്ക് പേര് വെച്ചു സഫീനത്തു റസൂലില്ല, അള്ളാന്റെ റസൂലിന്റെ കപ്പൽ എന്ന് പേര് വെച്ചു. അങ്ങനെ ഈ സ്വഹാബി ഒരു സന്ദർഭത്തിൽ ഒരു യാത്ര പോവുകയാണ് സമുദ്രത്തിൽ. എന്തിനു വേണ്ടി? കച്ചവടത്തിന് വേണ്ടി ഒരു യാത്ര കപ്പലിലൂടെ പോവുകയാണ് ആ സ്വഹാബി. അങ്ങനെ കപ്പലിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ട് സമുദ്രത്തിന്റെ ഒരു വക്കത്ത് എത്തിയപ്പോൾ ശക്തമായ തിരമാലകൾ ഇങ്ങനെ അടിച്ചടിച്ചു കൊണ്ടുവന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ തിരമാലകളിൽ അകപ്പെട്ടുകൊണ്ട് കപ്പൽ തകർന്നടിഞ്ഞു. കപ്പലെല്ലാം പൊളിഞ്ഞ് തരിപ്പണമായി. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേര് കൊടുത്ത സഫീനത്തു റസൂലില്ലാഹ് എന്ന് പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേര് കൊടുത്ത സഫീനത്തു റളിയല്ലാഹു അൻഹ എന്ത് ചെയ്തെന്നറിയുമോ? കപ്പലിന്റെ പൊളിഞ്ഞ ഒരു പലകയുണ്ട്, ആ പലകയിൽ ഇങ്ങനെ താങ്ങി നിൽക്കുകയാണോ അതേ പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഫീനത്തു റസൂലില്ലാഹ് എന്ന് പേര് പറയപ്പെട്ട, പേര് നൽകപ്പെട്ട സഫീനത്തു റളിയല്ലാഹു അൻഹ എന്ത് ചെയ്തെന്നറിയുമോ? കപ്പലിന്റെ പലകയിൽ ഇങ്ങനെ താങ്ങി നിന്നു. പക്ഷേ തിരമാലകളുടെ ശക്തിയിൽ ആ തിരമാലകൾ കൊണ്ടുപോയി മഹാനായ സഫീന റളിയല്ലാഹു അൻഹ അങ്ങകലെ ഒരു കാട്ടിൽ കൊണ്ടുപോയി എറിയുകയാണ്, വലിച്ചെറിയുകയാണ്. എവിടത്തേക്ക്? വലിയ ഒരു ഘോരമായ കാടിലേക്ക് ഒറ്റ വലിച്ചെറിയലാണ്. കടലിന്റെ തിരമാല കൊണ്ടുപോയി ആരെ? സഫീനത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന സ്വഹാബിയെ. അങ്ങനെ സഫീന റളിയല്ലാഹു അൻഹ കാട്ടിൽ പോയാൽ എവിടെ എങ്ങോട്ട് പോകണമെന്ന് മേപ്പ് നോക്കിയിട്ട് പോകാനൊന്നും കഴിയൂലല്ലോ. അങ്ങനെ ആ പിന്നെ കാട്ടിൽ അകപ്പെട്ട സഫീനത്തു റളിയല്ലാഹു അൻഹ എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് ഇങ്ങനെ വെപ്രാളപ്പെടുന്ന ഒരു സമയത്തിലാണ് പെട്ടെന്ന് ഒരു മഹാസിംഹം അവിടെ അകപ്പെടുന്നത്. പെട്ടെന്ന് ഒരു സിംഹത്തിനെ കാണുകയാണ്. സഫീന റളിയല്ലാഹു അൻഹ പേടിച്ചു. പക്ഷേ സഫീന റളിയല്ലാഹു അൻഹ ധൈര്യം കൈവരിച്ചു കൊണ്ട് പറഞ്ഞു, സിംഹത്തിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, സിംഹം സഫീന റളിയല്ലാഹു അൻഹയിലേക്ക് നോക്കുകയാണ്. നിങ്ങൾക്കറിയല്ലോ ഈ നായ ഉണ്ടല്ലോ, കടിക്കുന്ന നായാണെങ്കിൽ ആ കടിക്കുന്ന നായിന്റെ സ്വന്തം വീട്ടിൽ പോറ്റുന്ന ചോറ് കൊടുക്കുന്ന പുരയിൽ അതിന് ഭയങ്കര ധൈര്യവും സൗര്യവും ഒക്കെ ഉണ്ടാകും. നിങ്ങൾ പോയെങ്കിൽ അത് നിങ്ങൾ അറ്റാക്ക് ആക്കാണ്ട് വിടൂല. നിങ്ങൾ എന്താക്കും? നിങ്ങൾ അതിനോട് കണ്ണു മീച്ചെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അതിന്റെ കഥ അറിയും, അതിന്റെ റിസൾട്ട് അത് അപ്പന്നെ തരും. അതേ സമയത്തിൽ ഞാൻ നിർത്താൻ പോകുന്നു, നിങ്ങൾ പ്രശ്നമാക്കണ്ട നിർത്തുന്നതിനിപ്പം. അതേ സമയത്തില് ഇങ്ങോട്ട് നോക്കി എന്തും ആയിട്ടില്ലാണ്. അതേ സമയത്തില് ഈ നായി ബോർഡർ കഴിഞ്ഞിട്ട് വന്നെങ്കിൽ, ബോർഡറിന് കർണാടക കേരളത്തിന്റെ ബോർഡർ അല്ലെന്ന്, അതിന്റെ ബോർഡർ ഏത് അതിന്റെ പോറ്റുന്ന അതിന്റെ പോറ്റുമ്മയാകുന്ന ആ നായുടെ വീടാകുന്ന ആ കൂടാരത്തിൽ നിന്ന് പുറത്ത് വന്നെങ്കിൽ, പുറത്തെ റേഞ്ചിൽ നിന്ന് പുറത്ത് വന്നു എങ്കിൽ ആ നായ്ക്ക് നിങ്ങളെ കാണുമ്പോൾ ചിലപ്പോൾ നായ് പേടിക്കും. നിങ്ങൾ കല്ലെടുത്തെങ്കിൽ കല്ലെടുക്കണമെന്നില്ല, ഇങ്ങനെ ബഗ്ഗിങ്ങിന് മതി, അപ്പന്നെ അത് പാഞ്ഞിട്ട് എത്തും. സൂപ്പർ ഫാസ്റ്റ് നായ് ധൈര്യം ഉണ്ടാവില്ല. അതേ സമയത്തില് അതിന്റെ സ്വന്തം വളർത്തുന്ന വീട്ടിൽ പോയെങ്കിൽ നിങ്ങൾ കല്ലെല്ലാം വലിയ ബോംബ് എടുത്തിട്ട് പേടിപ്പിച്ചെങ്കിലും നായ് അനങ്ങല. നിങ്ങൾ എന്താക്കും? ഇങ്ങോട്ട് അതിനേക്കാളും വലിയ സ്ഫോടനം ഉണ്ടാക്കി തരും നിങ്ങൾക്ക്, അപ്പന്നെ നിങ്ങൾക്ക് കഥ അറിയും. എന്നതുപോലെ സിംഹം കാട്ടിൽ നമ്മൾ മനുഷ്യനെ കണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് പൈച്ചിട്ട് എന്ത് കിട്ടുന്നെന്ന് എരനെ ഇങ്ങനെ തേടിക്കൊണ്ടുള്ള ഒരു സമയം അല്ലേ? മനുഷ്യന് കിട്ടുമെങ്കിൽ പിന്നെ മനുഷ്യന്റെ ഇറച്ചി പിന്നെ വലിയ ടേസ്റ്റ് ഉള്ള സാധനം. നാളെ ടെസ്റ്റാക്കി നോക്കണ്ട, ഞാൻ പറഞ്ഞത് മാത്രമേ ടേസ്റ്റുള്ള സാധനമില്ല. എന്തെങ്കിലും സിംഹം വിടുവോ? സിംഹത്തിന് കാട്ടിൽ കണ്ട് നമ്മളെ അവസ്ഥ എന്തായിട്ടുണ്ടാവും? കാട്ടിൽ വേണ്ട, നാട്ടിൽ തന്നെ ഒരു പുലി ഇറങ്ങട്ടെ, ഞമ്മ ഇതിന്റെ പിന്നെന്ന് പോവോ, പുലി നേരിട്ട് ഞമ്മ പരന്റെ ഉള്ളിൽ പോയിട്ട് എന്താക്കും? ഫോം വിളിക്കും, ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറിന് ഫോം വിളിക്കും, പുലി ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങൾ പെട്ടെന്ന് പിടിച്ചോളണോന്ന് പറഞ്ഞു. അല്ല, നാട്ടിലിറങ്ങി തന്നെ. ഇനി കാട്ടില് പോയെങ്കിൽ പിന്നെ നമ്മളെ അഡ്രസ് ഉണ്ടാവില്ല. ഏടെങ്കിലും കണ്ടെങ്കിൽ അപ്പന്നെ പുലി പിടിക്കണമെന്നില്ല, പിടിക്കാതെ തന്നെ നമ്മൾ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് അപ്പന്നെ പോവും അല്ലേ? അപ്പൊ എന്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ, സിംഹം അതിന്റെ കാട്ടിൽ അതിന്റെ ഘോര വനത്തിലാണ് മഹാനായ സഫീനത്തു റളിയല്ലാഹു അൻഹ കണ്ടുമുട്ടുന്നത്. സഫീന റളിയല്ലാഹു അൻഹ സിംഹത്തിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഓ അബൽ ഹാരിസേ, ഓ സിംഹമേ, ഞാൻ ആരാണെന്നറിയോ? അന സഫീനത്തു റസൂലില്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ
അള്ളാഹുവിന്റെ റസൂലിന്റെ കപ്പലാണ് കേട്ടോ. കപ്പൽ എന്ന് പേര് നൽകപ്പെട്ട സഫീനയാണ് കേട്ടോ. മൃഗമായ സിംഹത്തിനോട് സഫീന റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ സുബ്ഹാനല്ലാഹ്, ആ സിംഹം എന്തു ചെയ്തെന്നറിയോ? തല അത് അനക്കുകയാണ്, അതിന്റെ തല ആട്ടുകയാണ്. എന്നിട്ട് വളരെ താഴ്മയോടുകൂടെ സഫീന റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് വരുന്നു. സഫീന റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ വെച്ചുകൊണ്ട് അതേ പിരടി താഴ്ത്തി കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്, മഹാനായ സഫീനത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയായ സഫീന റളിയല്ലാഹു അൻഹു അതേ സിംഹത്തിന്റെ മുകളിൽ കയറുന്നു. സിംഹം അതാ സഫീന റളിയല്ലാഹു അൻഹുവിനെ ചുമന്നുകൊണ്ട് കാട്ടിന്റെ പുറം ഭാഗത്തിലേക്ക് വരുന്നു. റോട്ടിൽ വന്നുകൊണ്ട് അതാ നിങ്ങളുടെ പോകേണ്ട വഴിയെന്ന് വഴി കാണിച്ചു കൊടുക്കുന്നു. അത്ഭുതമല്ലേ? അതേ പറഞ്ഞത് ഓമൻ തകും ബി റസൂലില്ലാഹി നുസ്റതുഹു ഇൻ തൽകഹുൽ ഉസുദു ഫീ അജാമിഹാ തജ്മീ. പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹായം നമുക്ക് ലഭിച്ചോ? എങ്കിലും ഒരിക്കലും നമുക്ക് പേടിക്കേണ്ടതില്ല.